ഈ സെയിം സോഴ്സ് ഈ ലൈറ്റിൻ്റെ അതിൻ്റെ ഒരു ടൈറ്റ് ഷോട്ട് വരുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ബൗൺസിങ് കാണാം, ഒരു റിഫ്ലക്ഷൻ കാണാം ചെറിയൊരു. അപ്പോൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഈ സോഴ്സ് ഓഫ് ലൈറ്റിനെ തന്നെ ഇങ്ങോട്ട് റീബൗൺസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഒരു ഹൈലൈറ്റ്സ് ഉണ്ടല്ലേ ഡ്രസ്സിലൊക്കെ വന്നിട്ടുള്ള യെല്ലോ കളർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല റിവേഴ്സ് കോൺട്രാസ്റ്റ് ഒന്നുമല്ല, സെയിം ഇതിൽ തന്നെയാണ് പോയിരിക്കുന്നത്, യെല്ലോ തന്നെയാണ്. ഇവിടെ ഒരു അതിൻ്റെ ഒരു എസ്, പിന്നെ ഒരു ഓറഞ്ച്, സെമി ഓറഞ്ച് കൈൻഡ് ഓഫ് ഇതാണ്. ലൈറ്റ് സോഴ്സ് കംപ്ലീറ്റ്ലി വാമാണ്, ഒരു വാം ഇതാണ് തരുന്നത് ഫേസിലേക്കാണെങ്കിലും. അത് നമുക്കിവിടെ സെപ്പറേഷൻ, അത് കോൺട്രാസ്റ്റിൻ്റെ ഡിഫറൻസ് എല്ലാം നമുക്കിവിടെ കാണാം. ഇനി ഇത് മുത്ത്, നമ്മുടെ പവിഴം അല്ലെങ്കിൽ ഡയമണ്ട്സ് അടിച്ച് സ്കാറ്റർ ചെയ്യുന്ന പോലത്തെ ഒരു, നമ്മൾ മുമ്പ് മഴനീർത്തുള്ളികൾ എന്ന് പറഞ്ഞ ജോമോൻ്റെ പാട്ടിൽ ഒരു ഡ്രോപ്പ് അടിച്ച് സ്കാറ്റർ ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മില്യൺസ് ഓഫ് അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് അത് അടിച്ച് സ്കാറ്റർ ചെയ്യുന്നൊരു ഷോട്ടാണ്. അത് കണ്ണിന് നമുക്ക് ഒരു തണുപ്പും കുളിർമയും ഒരുപോലെ കിട്ടുന്നു. പിന്നെ അടുത്ത ഷോട്ടിലേക്ക് വരികയാണെങ്കിൽ സെയിം ഒരു വോളിയോമെട്രിക് കൈൻഡ് ഓഫ് ലൈറ്റിംഗ് ആണ് ഇവിടെ വരുന്നത്. ഇതിൻ്റെ ഇങ്ങനെ ഒരു സോഴ്സ് ബാത്റൂമിൻ്റെ പണ്ടത്തെ പുറമെയുള്ള ബാത്റൂമുകൾക്കൊക്കെ പണ്ടത്തെ വീടുകൾക്ക് ഉണ്ടാകുന്ന ആ ഒരു, അതിലൊക്കെ കുളിച്ചവർക്കൊക്കെ ആ ഒരു ഫീല് ഒരു തുള്ളി പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിനിങ്ങോട്ട് മാറ്റാം. ഇവിടെ എന്തായാലും ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലൊരു ബൗൺസർ ഉണ്ട്. അതിൽ ഹിറ്റ് ചെയ്യുന്ന ആ ലൈറ്റ് നമുക്ക് ഇവിടെ ചില പോയിന്റ്സുകൾ കണ്ടാൽ നമുക്കത് മനസ്സിലാകും. ഇവിടെയൊക്കെ അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതി. അതേപോലെ ബാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇങ്ങനെ ഒരു ഷാഡോ വരുന്നതുകൊണ്ട് തന്നെ ഏകദേശം അതിന് അനുപാതികമായിട്ട്, ഇപ്പോൾ 1 മിനിറ്റ്, ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ലൈറ്റ് സോഴ്സ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു പവർഫുൾ ലൈറ്റ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ കൂടി വരുന്ന ലൈറ്റിനെ ഇവിടുന്ന് ഹിറ്റ് ചെയ്ത് ത്രൂ ഇങ്ങോട്ട് ബൗൺസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഷാഡോ ഫോമായി നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സീനിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ബ്യൂട്ടിയാണ് ആ പാട്ടും കൂടി വന്നപ്പം. അതേപോലെ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ പുറത്ത് വെള്ളം അടിച്ച് സ്കാറ്റർ ചെയ്ത് പോകുന്നതിൻ്റെ ആ ഒരു സംഭവം. ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈ പവർ ബീമായിട്ടുള്ള ഇത്രയും ഏരിയ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സോഴ്സ് ഓഫ് ലൈറ്റാണ്. അതിലും നമ്മളൊരു കാര്യം നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും ഏരിയ ഭയങ്കര പവർഫുൾ ആയിട്ട് വരികയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ഡാർക്ക്, ഇവിടെ ഡാർക്ക്, ഇവിടെ ഇങ്ങനെ ഡാർക്കായിട്ട്, ഇവിടെ ഡാർക്ക്. ഈ ക്യാരക്ടറിൻ്റെ ഇത്രയും പോർഷൻ ഡാർക്കാണ്. ഹൈ പവർ ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. ഇതൊന്നും പോരാത്തതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു എന്താ പറയുക, ഫ്രണ്ടിലൊരു ബ്ലൈൻഡ് പോലെ കട്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവമാണ് ലൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. കാരണം നിവിൻ്റെ ഫേസിൽ കണ്ട് ലൈറ്റ് ഒരു റിഫ്ലക്ഷൻ പോലെയാണ്. ബാത്റൂമിലേക്കുള്ള പഴയ അലൂമിനിയം പാത്രം, ചെമ്പ്, അല്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുമ്പോൾ പണ്ടത്തെ ബാത്റൂമിലൊക്കെ ഉണ്ടാകുന്ന നിവിൻ്റെ ഒരു ക്യാരക്ടറുള്ള സ്ഥലം അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് തട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം ചെറിയൊരു പാത്രത്തിലുണ്ട്, അതിൽ വരുന്ന റിഫ്ലക്ഷൻ ഇതേപോലെ ഉണ്ടാവുക. അപ്പോൾ അതിനെ കറസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ കട്ടൗട്ട് പോലെ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ലൈറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ബൗൺസ് കറക്റ്റ് ഈ ഇത്രയും പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കംപ്ലീറ്റ് പോർഷൻസ് പറഞ്ഞ പോലെ ഈവൻ തലയാണെങ്കിലും ഇവിടെയൊക്കെ ഡാർക്കാണ്. ഇവിടുന്ന് അങ്ങനെ ഒരു ലൈറ്റ് നമുക്ക് എവിഡൻസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റില്ല. പിന്നെ അടുത്ത ഇത് യൂട്യൂബിലൊക്കെ പണ്ട് കുറേ വൈറലായ ഒരു നിവിൻ ഈ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ജോമോൻ ക്യാമറ നമ്മുടെ വിനീതിൻ്റെ കയ്യിലും കൊടുത്തിട്ട് ഇങ്ങനെ അവർ ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെ എൻ്റെ കണ്ട ഓർമ്മയുണ്ട്. ഇതൊരു ലൈബ്രറീൻ്റെ ഉള്ളിൽ നിന്നുള്ള ഷോട്ടാണ്. അപ്പോൾ ഇതിൽ ഇത്രയും പോർഷൻ മാത്രമേ ഫോക്കസ് ഏരിയ ഉള്ളൂ. അതിലാകെ ക്യാരക്ടറിന് ഇങ്ങനെയൊന്നും ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അനിയത്തി പ്രാവിലൊക്കെ ആണെങ്കിലും നമുക്ക് കംപ്ലീറ്റ്ലി ആ ലൈബ്രറീൻ്റെ ഉള്ളത്തെ ഒരു റൊമാൻറ്റിക് സീനാണല്ലോ അതും ഒരു പക്ഷെ അതിലൊന്നുള്ള പോലത്തെ ഒരു രീതിയല്ല ഇതിൽ. ഇവിടെ നമുക്ക് ക്യാരക്ടറിന് ഇവിടെ ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഒരു ഒളിഞ്ഞു നോക്കുന്ന പോലത്തെ ഒരു ഭയങ്കര സ്റ്റാറ്റിക് ഷോട്ട്സേ ഇല്ല, കംപ്ലീറ്റ്ലി മൂവ്മെൻ്റ് ഉള്ള ഷോട്ട്സുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഹൈലൈറ്റ്സ് ആണ് ഈ ഒരു ഏരിയ മുഴുവൻ. അങ്ങനത്തെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഹൈലൈറ്റ് പറഞ്ഞെങ്കിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കി ഏരിയ ഒക്കെ സോഫ്റ്റ് ആണ്. ഈ ഏരിയ ഒക്കെ സോഫ്റ്റ് ലൈറ്റിംഗ് ആണ്. ഇത് അതിൻ്റെ ഒരു ഡീറ്റെയിലിംഗ് ഇവിടെ കാണാം. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ നിന്നും ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ റിയൽ ലൈറ്റ് ആയിരിക്കാം, അവിടെ ഓൾറെഡി ആംബിയൻ ലൈറ്റ് ആയിരിക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഇവിടെ ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് ചെയ്തിരിക്കുന്ന രീതി നമുക്ക് ഏകദേശം അസ്യൂം ചെയ്യാം. പിന്നെ ടോപ്പിൽ കണ്ട് ഇവിടെ
ഈ ഒരു പോർഷൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം ലൈറ്റ് ടോപ്പിൽ നിന്നാണെന്നുള്ള ഒരു സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ചെയ്തിട്ടുള്ള ഡിഫ്യൂസ് ചെയ്തിട്ടുള്ള ലൈറ്റാണ് ഈ ഒരു ഫ്രെയിമിൽ ചെയ്തിരിക്കുന്നത്. ഇതിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോർഷൻ ഇവിടെയാണ് കഥ നടക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഞാൻ വേറെ എവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ നൈറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പകലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, കഥ നടക്കുന്ന ഏരിയ വളരെ കുറച്ച് ലിമിറ്റഡ് ഏരിയയിൽ മാത്രം ഇത് കാണിച്ചിട്ട് ഫ്രെയിമിൻ്റെ ബാക്കി ഇത്രയും ഏരിയയിലൊന്നുമില്ല, ഒരു സാധനവുമില്ല, കംപ്ലീറ്റ്ലി ഡാർക്കാണ്. അപ്പോൾ ഇത്രയും ഇങ്ങനെ ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡ്, ഇപ്പോൾ ഒരു സ്ക്വയർ പോലെ ഇത്രയും ഒരു പെർട്ടിക്കുലർ ഏരിയയിലാണ് ക്യാരക്ടർ ആകെയുള്ളൂ. ടോട്ടൽ ഫ്രെയിമിൻ്റെ ഇത്ര ശതമാനം ഒഴിവാണ്. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര വ്യത്യസ്തമായൊരു ഇതായി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് തോന്നി. ഈ ഫ്രെയിമിൻ്റെ ഇതിപ്പോൾ ഞാൻ ഇതൊരു ഫോട്ടോ മാത്രം എടുത്തതിനെ കൊണ്ടാണ് ഇത്രയിൽ കാണുള്ളൂ. അല്ലാതെ ഇത് നമ്മൾ പാട്ടിൽ കാണുമ്പോൾ ഇവിടെ ഒരു യെല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ യെല്ലോ, കളേഴ്സ് നോക്കണം. ഇതിൻ്റെ ടോപ്പിലൊക്കെ ഉണ്ട്. ഇതിന് കുറച്ച് ഇങ്ങോട്ടൊക്കെ നോക്കണം, അവിടെ കുറച്ച് യെലോസ് കളേഴ്സ് കാണാം. പിന്നെ ഈ കുട്ടി എടുത്തിട്ട് വരുന്ന ഇവിടെ ഒരു പിങ്ക് കളറിലൊരു ഷോള്, ഇവിടെയുള്ള പിങ്ക്, ഇവിടെ പിങ്ക്, ഇവിടെ കളർ ഭയങ്കര അടിപൊളി. പിന്നെ ബാക്കി എല്ലാവരും ഇവരൊക്കെ ബ്ലാക്കാണ്, ബ്ലാക്ക്, അതിൻ്റെ ഇടയിൽ വൈറ്റ്, ഇതിൽ നിവിൻ്റെ ഗ്രീൻ, ടോട്ടലി ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള, അവനാ ഇങ്ങനെ പാടുന്ന ഒരു സ്ലോ ഇതിലാണ് ഇത് പാടുന്ന ഈ ഒരു സീന്. ഭയങ്കര ഒരു ഫീല് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്പോസ് ചെയ്തെടുത്തിരിക്കുന്ന രീതി, കളേഴ്സ് ചൂസ് ചെയ്തിരിക്കുന്നത്, പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലത്തെ ലൈൻസ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ എലമെൻറ്റ്സ് ഇതിൽ അടങ്ങിയിട്ട് ഈ സീൻ കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെയും ഇഷേൻ്റെ ഇവിടെ നിന്നുള്ള ക്യാൻറ്റീനിലുള്ള സീന്, ഇതിൽ നമുക്ക് സോഴ്സ് ഓഫ് ലൈറ്റ് ഏകദേശം എവിഡൻ്റ് ആണ്. ഇതിൽ വേറൊരു ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഇടൻ ഡീറ്റെയിൽസ് പോലെ തോന്നിയൊരു ഇവർക്കൊക്കെ ഉള്ളൊരു ലൈറ്റ് കണ്ടോ, ഇവരൊക്കെ ഒരു വാമാണ്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെ ഒരു വാം പോലെയാണ് കട്ടൻ ചായ കുടിക്കുന്നത്. പക്ഷേ ഇഷേൻ്റെ ഫേസ് ലൈറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞൊരു കാരണമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് സോഴ്സ് എന്ന് വിചാരിച്ചോ, ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിൽ അപ്പുറത്താണെങ്കിൽ ഇപ്പം ഇങ്ങോട്ട് ഹിറ്റ് ചെയ്യുന്നത് ഇത്രയും ഈ ഒരു പോർഷനിലാണ്. നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാം. ഹൈലൈറ്റ്സ് ഈ ഒരു പോർഷനിലാണ്, ഇവിടെ മാത്രം ലൈറ്റ് അപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ അതേ, പക്ഷേ അവിടെ അങ്ങനെ ലൈറ്റ് അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കട്ടറോ ബ്ലോക്കറോ എന്തോ വെച്ചിട്ട് ഈ ഒരു ഏരിയയിലും ലൈറ്റ് ഉണ്ട്. ലൈറ്റിൻ്റെ ഒരു ഇതാണ്. അതിൽ നിന്ന് വരുന്ന ഒരു ചെറിയ റിഫ്ലക്ഷൻ പോലത്തെ, എന്നാലും റിഫ്ലക്ഷൻ ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ട്, ഇല്ല എന്ന് വെച്ചില്ല, അത് ചെറിയ രീതിയിൽ മാത്രമേ ഈ ഒരു പോർഷനിൽ ലൈറ്റുള്ളൂ. ഈ ഒരു ഏരിയ ഡാർക്കാണ്. ഇവിടെയാണ് മൊത്തം ഹൈലൈറ്റ്സ് വന്നിട്ടുള്ളത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഷോട്ട് എടുക്കാം. ഇവിടെ ഓൾറെഡി ഞാൻ പറഞ്ഞു വാമാണെന്ന്, അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ്ലി വാമാണ്, ഈ ഒരു ഏരിയ വാമാണ്. പിന്നെ ഇവിടൊക്കെ ഒരു വാം, ഇവരൊക്കെ വാമാണ്, വാം. പക്ഷേ നമ്മളെ ഇഷ, അതായത് ഇതിൽ ആയിഷ ഒരു സിൻഡ്രലൈനെ പോലെ ഒരു പ്രത്യേക രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വൈറ്റിഷ് ടോണാണ്. അത് ഈവൻ മേക്കപ്പിലാണെങ്കിലും ലൈറ്റിലാണെങ്കിലും കളർ ചൂസ് ചെയ്തിരിക്കുന്ന ഡ്രസ്സാണെങ്കിലും മൊത്തത്തിലൊരു ഒരു ബ്യൂട്ടി, ഒരു രാജകുമാരീനെ പോലെയാണ് ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഈ ഫ്രെയിമിലിരിക്കുന്ന ഇവർ തട്ടിട്ടിരിക്കുന്ന ഇവരെ ഈ കളറ്, ഇതിലുപയോഗിച്ചിരിക്കുന്ന കളേഴ്സൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക രീതിയിലുള്ള കളർ പാലറ്റാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഇത്ര ഹെവി ലൈറ്റിംഗ് ഇല്ല. വിൻഡോസ് ഓപ്പൺ ആണെങ്കിലും അവിടെ നിന്നൊരു നോർമൽ ലൈറ്റാണ് വരുന്നത്. പക്ഷേ ഇഷ മാത്രം ഒരു മിൽക്കി പോലത്തെ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. കാരണം സെയിം ഷോട്ടിൽ തന്നെ നിവിൻ വരും. കാരണം അവരൊരു സബ്ട്രേഷൻ അവിടെ ആവശ്യമുണ്ട്. അവർ രണ്ട് ലോകത്താണ് അവർ. നിവിൻ്റെ ഇതിപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു മൂവി മതപരമായിട്ടാണെങ്കിലും എല്ലാത്തിലും അവർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഫീല് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ നിവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇറ്റ്സ് ഗോൾഡൻ, ഒരു യെലോയിഷ് ആണ് ഇവിടുത്തെ ഈ ഒരു സ്ഥലം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്നത് ഇഷയാണ്, പുള്ളിക്കാരി ഈസ് കംപ്ലീറ്റ്ലി വൈറ്റ്. ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്, അവരായിട്ടുള്ള ഒരു സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ വാമാണ് കേട്ടോ, കളർ ഇതൊക്കെ വാം. പക്ഷേ സി ഹൗ ഇഷ, പുള്ളിക്കാരി കംപ്ലീറ്റ്ലി വേറൊരു ഇതിലാണ് കിടക്കുന്നത്. ഒരു ബ്ലൂ കൈൻഡ് ഓഫ് ഒരു വൈറ്റിഷ്, ഞാൻ പറഞ്ഞില്ലേ ഒരു രാജകുമാരി, ആ ഒരു മോഡലാണ്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പുള്ളിക്കാരിനെ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്, മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ